അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 13 തിങ്കളാഴ്ച. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. രാവിലെ 9:30 സ്പീക്കർ AN ഷംസീറിനെ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറുകയായിരുന്നു. MLA ബോർഡ് നീക്കം ചെയ്ത കാറിലാണ് അൻവർ സ്പീക്കറെ കാണാൻ എത്തിയത്. കാലാവധി തീരാൻ 1 വർഷം ബാക്കി നിൽക്കെയാണ് അൻവറിന്റെ നിർണായക നീക്കം. രാജി സ്ഥിരീകരിച്ചതിന് പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കും നിലമ്പൂരിലെ വോട്ടർമാർക്കും അൻവർ നന്ദി അറിയിച്ചു. UDF-നെ നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് രാജിവെച്ച നിലമ്പൂർ MLA PV അൻവർ. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരായ അവസാനത്തെ ആണിയാകണമെന്നും മലയോര മേഖലയായ നിലമ്പൂരിനെ അറിയുന്ന ആളെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്നും പ്രദേശത്ത് ഏറ്റവും പ്രശ്നം നേരിടുന്നത് ക്രൈസ്തവ വിഭാഗമാണെന്നും മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. CPM-ലെ ഉന്നത നേതാക്കൾ പറഞ്ഞിട്ടാണ് അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ പരസ്യമായി പ്രതികരിച്ചതെന്ന് രാജിവെച്ച നിലമ്പൂർ MLA PV അൻവർ. പിന്നീട് ആ നേതാക്കൾ ഫോൺ എടുത്തിട്ടില്ലെന്നും അവർ ആരാണെന്ന് പറയുന്നില്ലെന്നും അൻവർ വിശദീകരിച്ചു. സുജിത് ദാസ് SP ആയിരുന്ന കാലത്ത് മലപ്പുറം ജില്ലയിൽ ഏകപക്ഷീയമായി ഒരു സമുദായത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചെന്ന് അൻവർ ആരോപിച്ചു. ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടും ഒരു നടപടിയുമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഉത്തരവാദപ്പെട്ട CPM നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പരസ്യമായി പ്രതികരിച്ചതെന്നും അൻവർ വ്യക്തമാക്കി. VD സതീശനെതിരെ ഉന്നയിച്ച 150 കോടി രൂപയുടെ കോഴ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഡ്രാഫ്റ്റ് ചെയ്തതാണെന്ന് രാജിവെച്ച നിലമ്പൂർ MLA PV അൻവർ. പാർട്ടി തന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് സ്പീക്കറുടെ അറിവോടെ താൻ ചെയ്തതെന്നും അതിന്റെ പാപഭാരം താൻ ഇപ്പോഴും ചുമക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് നടന്ന സംഭവത്തിൽ VD സതീശനുണ്ടായ മാനഹാനിക്ക് കേരള സമൂഹത്തോട് മാപ്പ് പറയുകയാണെന്നും പ്രതിപക്ഷ നേതാവിനും കുടുംബത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിന് മാപ്പ് ചോദിക്കുന്നുവെന്നും മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു. PV അൻവറിന്റെ മാപ്പ് സ്വീകരിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. അൻവറിന്റെ തീരുമാനം അറിഞ്ഞിരുന്നില്ലെന്നും സർപ്രൈസായെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി MLA. ഇതോടെ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായെന്നും ഇനി തീരുമാനം UDF കൈക്കൊള്ളുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് പിടിച്ചെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. അൻവറിന്റെ രാജി വളരെ ഗൌരവതരമാണെന്നും പിണറായി വിജയനെ പിതൃസ്ഥാനീയനായി കണ്ടയാളാണ് രാജിവെക്കുന്നതെന്നും CPM രാഷ്ട്രീയ ജീർണതയാണ് പ്രകടിപ്പിക്കുന്നതെന്നും രാഹുൽ വ്യക്തമാക്കി. നിലമ്പൂർ വിജയം കൂടി പൂർത്തിയാക്കിയാകും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനെ കേരള സംസ്ഥാന കൺവീനറായി തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് PV അൻവറിനെ സംസ്ഥാന കൺവീനറായി തിരഞ്ഞെടുത്ത വിവരം അറിയിച്ചത്. MLA സ്ഥാനം രാജിവെച്ച ശേഷം അൻവർ പത്രസമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ സംസ്ഥാന കൺവീനറാക്കിയ പ്രഖ്യാപനമുണ്ടായത്. പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ താൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശത്തോടു കൂടിയുള്ളതുമാണെന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. അത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും പുതിയ രാഷ്ട്രീയ അഭയം ഉറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് അൻവർ ഇന്ന് പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലനിൽപ്പിനു വേണ്ടി പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ചോദിക്കുന്നതിനായി തന്റെ മുൻകാല ചെയ്തികളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നും ശശി കൂട്ടിച്ചേർത്തു. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ 4 പെൺകുട്ടികളിൽ ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലായിരുന്ന ആൻ ഗ്രേസ് ആണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. പട്ടിക്കാട് പാറാശ്ശേരി സജി സെറീന ദമ്പതികളുടെ മകളായ ആൻ തൃശൂർ സെന്റ് ക്ലേയേഴ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. അപകടത്തിൽപ്പെട്ട മറ്റൊരു പെൺകുട്ടിയായ അലീന
ഇന്ന് പുലർച്ചെ മരിച്ചിരുന്നു. ഇതോടെ അപകടത്തിൽ മരണം 2. വയനാട് പുനരധിവാസത്തിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഏറ്റെടുത്ത ഭൂമിയിൽ നിയമപ്രശ്നങ്ങളുണ്ടെന്നും 5 സെന്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയാൽ പിന്നെ ആടിനെ കെട്ടാൻ പോലും സ്ഥലം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വീടിന് 30 ലക്ഷം ചെലവ് എന്നത് പദ്ധതി അനിശ്ചിതത്തിലാക്കിയെന്നും 6 മാസം കഴിഞ്ഞിട്ടും ദുരന്തബാധിതർക്ക് ഒരു ചികിത്സാ പദ്ധതി പ്രഖ്യാപിക്കാൻ സർക്കാരിനെ ആയിട്ടില്ലെന്നും പ്രധാനമന്ത്രി ചുരം ഇറങ്ങിയപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയും വയനാട് വിട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുൽത്താൻ ബത്തേരിയിൽ CPM പ്രതിഷേധ സദസ് സംഘടിപ്പിക്കും. ആത്മഹത്യാ പ്രേരണ കേസിൽ 1-ാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കുക, പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 16, 17 തീയതികളിൽ DYFI രാപ്പകൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ RTO ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ വിജിലൻസ് റെയ്ഡിനെ തുടർന്ന് 5 ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി 1.77 ലക്ഷം രൂപ പിടികൂടി. വാളയാർ, ഗോവിന്ദാപുരം, ഗോപാലപുരം, നടുപുണി ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടന്നത്. മിന്നൽ പരിശോധനയിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്ക് വാഹനങ്ങൾ, കരിങ്കൽ ഉൽപ്പന്നങ്ങൾ, കന്നുകാലികൾ എന്നിവ കയറ്റിവരുന്ന വാഹനങ്ങൾ, ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ എന്നിവരിൽ നിന്ന് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു. പത്തനംതിട്ടയിൽ കായിക താരമായ ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായ കേസിൽ ജില്ലയിലെ 4 പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 39. വൈകിട്ടോടെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളിൽ ചിലർ വിദേശത്താണുള്ളത്. ഈ പ്രതികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി. പത്തനംതിട്ട DYSP S നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ 25-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സാദിഖ് അലി തങ്ങൾക്കെതിരായ പരാമർശത്തിൽ സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കത്ത് നൽകി. പരസ്പരം സഹകരിച്ച് നീങ്ങുന്ന മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന വിധം ഹമീദ് ഫൈസി അമ്പലക്കടവ് രാഷ്ട്രീയ പരാമർശം നടത്തുകയാണെന്നും ഹമീദ് ഫൈസിയെ സമസ്തയുടെ ഘടകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി സ്ഥലത്ത് നാടകീയ രംഗങ്ങൾ. സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മകനും കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം സാമുദായിക സംഘടനകളുടെയും കുടുംബത്തിന്റെയും എതിർപ്പിനെ തുടർന്ന് ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവച്ചു. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. മകരജ്യോതി ദർശിച്ച ശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ലെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. വന്യമൃഗങ്ങളുടെ സഞ്ചാരപാതയിൽ രാത്രിയാത്ര ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്നും തീർത്ഥാടകർ പുല്ലുമേട്ടിൽ മകരവിളക്ക് ദർശിച്ച ശേഷം തിരികെ സത്രത്തിലേക്ക് മടങ്ങണമെന്നും കളക്ടർ അറിയിച്ചു. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പ്രദേശവാസിയായ കേശവൻ എന്നയാളുടെ ആടിനെ കടുവ കൊന്നു. കടുവയ്ക്കു വേണ്ടി കൂടുകൾ വെച്ച് വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വളർത്തുമൃഗത്തെ ആക്രമിച്ചത്. 3 ആടുകളെയാണ് ഒരാഴ്ചയ്ക്കിടെ കടുവ കൊന്നത്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. കടുവയിറങ്ങിയ സാഹചര്യത്തിൽ അമരക്കുനി മേഖലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി. ശബരിമലയിലെ മകരവിളക്ക്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശീവേലി എന്നിവയും നാളെയാണ്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ?
ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ടെമ്പോയും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. 16 പേർ സഞ്ചരിച്ചിരുന്ന ടെമ്പോയാണ് ട്രക്കുമായി കൂട്ടിയിടിച്ചത്. 15 വർഷത്തിലധികം പഴക്കമുള്ള വിവിധ സർക്കാർ വകുപ്പുകളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞാൽ ഇനി പുതുക്കില്ലെന്ന് രാജസ്ഥാൻ ഗതാഗത വകുപ്പ് അധികൃതർ അറിയിച്ചു. റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ അടുത്തിടെ അപ്ഡേറ്റ് ചെയ്തതിനെ തുടർന്നാണ് ഈ നീക്കം എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായാണ് റിപ്പോർട്ട്. ജമ്മുകശ്മീരിലെ സോനാമാർഗ് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാക്കാൻ സഹായിക്കുന്ന സെഡ്-മോഡ് തുരങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗാദർബാൽ ജില്ലയിലെ സോനാമാർഗിനെയും ഗഗൻമാർഗിനെയുമാണ് ഈ തുരങ്കം ബന്ധിപ്പിക്കുന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് റഷ്യയിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികളായ യുവാക്കളിൽ ഒരാൾ മോസ്കോയിൽ എത്തിയതായി റിപ്പോർട്ട്. തൃശൂർ കൂറാഞ്ചേരി സ്വദേശി ജെയിനാണ് റഷ്യൻ അധിനിവേശ യുക്രൈനിൽ നിന്നും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ എത്തിയത്. ജെയിൻ തന്നെയാണ് വാട്സ്ആപ്പ് കോളിലൂടെ മോസ്കോയിലെത്തിയ വിവരം കുടുംബാംഗങ്ങളെ അറിയിച്ചത്. കാനഡയെ അമേരിക്കയിൽ ലയിപ്പിക്കാമെന്ന് പറഞ്ഞ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കർശന താക്കീതുമായി മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിൽ സഖ്യകക്ഷിയായിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗ്. ഡൊണാൾഡ് ട്രംപിന് ഒരു സന്ദേശം കൈമാറാനുണ്ടെന്നും ഞങ്ങളുടെ രാജ്യമായ കാനഡ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ലെന്നും അവർ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നുവെന്നും രാജ്യത്തിനായി ഏതറ്റം വരെയും പോരാടാൻ തയ്യാറാണെന്നുമാണ് ജഗ്മീത് സിംഗ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത്. സിറിയയെ പിന്തുണയ്ക്കാൻ അറബ് രാജ്യങ്ങളുടെ തീരുമാനം. സൗദി അറേബ്യയിലെ റിയാദിൽ ചേർന്ന അറബ് രാജ്യങ്ങളിലെ മന്ത്രിതല യോഗം സിറിയയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ഉപരോധം നീക്കാൻ സമ്മർദ്ദം ശക്തമാക്കാനാണ് യോഗത്തിലെ തീരുമാനം. സിറിയ ഇനി അശാന്തിയുടെ ഉറവിടമാകാതിരിക്കാൻ കരുതൽ വേണമെന്നും യോഗം വിലയിരുത്തി. പ്രഥമ ഖൊ-ഖൊ ലോകകപ്പിന് ഇന്ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 24 രാജ്യങ്ങളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാത്രി 8:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം നേപ്പാളിനെ നേരിടും. നാളെ ദക്ഷിണ കൊറിയയ്ക്കെതിരെയാണ് വനിതാ ടീമിന്റെ ആദ്യ മത്സരം. ഈ മാസം 19-നാണ് ഫൈനൽ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.